ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് വില കുറച്ചു കാലമായി അത്ര നല്ല പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. പക്ഷേ അവരുടെ ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ട് നോക്കുമ്പോൾ കഥ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അപ്പോ എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ഒരു സ്റ്റോക്ക് ചാർട്ട് മാത്രം നോക്കിയാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുണ്ടാകാമല്ലേ? ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന്റെ കാര്യത്തിലും ഒറ്റനോട്ടത്തിൽ ചില ആശങ്കകൾ തോന്നിയേക്കാം. പക്ഷേ ഒരു കമ്പനിയുടെ യഥാർത്ഥ ആരോഗ്യം അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കണം. അവരുടെ പ്രവർത്തന ഫലങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ഈ വിശകലനത്തിൽ നമ്മൾ ആദ്യം കമ്പനിയെ ഒന്ന് പരിചയപ്പെടും. പിന്നെ അവരുടെ രണ്ടാം പാദത്തിലെ കണക്കുകൾ പരിശോധിക്കും. അതിനു പിന്നിലെ വളർച്ചാ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവസാനം ഇതെല്ലാം ചേർത്തുവെച്ച് ഒരു പൂർണ്ണ ചിത്രം കാണാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആരാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്? എന്താണ് അവരുടെ ബിസിനസ്? അവരുടെ പേര് പോലെ തന്നെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണിത്. ലോകമെമ്പാടുമുള്ള വലിയ കമ്പനികൾക്ക് ഡിജിറ്റൽ IT സേവനങ്ങൾ നൽകുന്നതിൽ 14 വർഷത്തിലേറെയായി ഇവർ ഈ രംഗത്തുണ്ട്. അപ്പോ ഇവരുടെ പ്രധാന വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? ഈ ചാർട്ടിലേക്ക് നോക്കൂ. സിംഹഭാഗവും, അതായത് 81% കൂടുതൽ വരുന്നത് പ്രോഡക്റ്റ് ആൻഡ് ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് സർവീസസ് അഥവാ PDES എന്ന വിഭാഗത്തിൽ നിന്നാണ്. ബാക്കിയുള്ളത് മറ്റ് IT സേവനങ്ങളിൽ നിന്നും. ഇനി നമുക്ക് ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. 2026 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തില്, അതായത് Q2-ല് കമ്പനി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? എന്തൊക്കെയാണ് പ്രധാന കണക്കുകൾ? ഒക്ടോബർ 28-ന് നടന്ന ബോർഡ് മീറ്റിംഗിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ പ്രഖ്യാപിച്ചത്. 1. സാമ്പത്തിക ഫലങ്ങൾ അംഗീകരിച്ചു. 2. നിക്ഷേപകർക്ക് ഒരു ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ചു. അതോടൊപ്പം ചില ഉപകമ്പനികളുടെ ലയനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കണക്കെടുക്കാം: വരുമാനം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 10% മികച്ച വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വരുമാനം മാത്രം കൂടിയാൽ പോരല്ലോ, ലാഭവും കൂടണ്ടേ. അറ്റാദായത്തിന്റെ കാര്യത്തിലും 9%-ലധികം വർധനവുണ്ട്. അതിനർത്ഥം കമ്പനി വെറുതെ വലുതാവുകയല്ല, ലാഭകരമായി തന്നെയാണ് വളരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കേറ്റവും രസകരമായി തോന്നിയൊരു കണക്ക് ഇതാണ്. അവരുടെ ബിസിനസിന്റെ 93% വരുന്നത് നിലവിലുള്ള ഉപഭോക്താക്കളിൽ നിന്നാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഇവരുടെ സേവനങ്ങളിൽ ഉപഭോക്താക്കൾ സംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ഇവരെ സമീപിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: വരുമാനം കൂടുന്നു, ലാഭം കൂടുന്നു, ഉപഭോക്താക്കളും ഹാപ്പിയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് സ്റ്റോക്ക് വിലയിൽ ഒരു മന്ദത കാണുന്നത്? അതിനുള്ള ഉത്തരം അവരുടെ വളർച്ചാ തന്ത്രത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന വളർച്ച സ്വാഭാവികമായി മാത്രം ഉണ്ടായതല്ല, മറിച്ച് പുതിയ കമ്പനികളെ ഏറ്റെടുത്ത് സ്വന്തം ബിസിനസിന്റെ ഭാഗമാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കത്തിന്റെ ഫലം കൂടിയാണിത്. കഴിഞ്ഞ 1.5 വർഷമായി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും പുതിയ കഴിവുകൾ നേടാനും വേണ്ടി അവർ പല കമ്പനികളെയും ഏറ്റെടുക്കുകയും ലയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരം ഷോപ്പിംഗ് സ്പ്രീ എന്ന് തന്നെ പറയാം. ഒരു കമ്പനിയെ വാങ്ങുമ്പോൾ അതിന്റെ കെട്ടിടങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കും ഒരു വിലയുണ്ടാകും, അല്ലേ? എന്നാൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ പേരിനും കസ്റ്റമർ ബേസിനുമൊക്കെയാണ്. ഈ അധികമായി കൊടുക്കുന്ന തുകയാണ് അക്കൗണ്ടിംഗിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത്. തുടർച്ചയായ ഈ ഏറ്റെടുക്കലുകൾ കാരണം ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന്റെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഗുഡ്വിൽ തുക ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതവരുടെ വിപുലീകരണ തന്ത്രത്തിന്റെ നേരിട്ടുള്ളൊരു പ്രതിഫലനമാണ്. എന്നാൽ ഈ വേഗതയേറിയ വളർച്ചയ്ക്ക് ഒരു ചെറിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതാണ് പ്രവർത്തന ലാഭത്തിലെ ഈ നേരിയ കുറവ്. കഴിഞ്ഞ വർഷം 17.9% ഈ വർഷം 17% കുറഞ്ഞിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വളരെ ലളിതമാണ്. പുതിയ കമ്പനികളെ ഏറ്റെടുത്തൊന്നാക്കുമ്പോൾ സ്വാഭാവികമായും ചിലവുകൾ കൂടും. ഇത് താൽക്കാലികമായ ലാഭത്തിന്റെ മാർജിൻ കുറയ്ക്കും. ഇതൊരു സാധാരണ ബിസിനസ് തന്ത്രമാണ്. നാളത്തെ വലിയ വളർച്ചയ്ക്കു വേണ്ടി ഇന്നത്തെ ലാഭത്തിൽ ഒരു ചെറിയ കുറവ് സഹിക്കുക. ശരി, ഇപ്പൊ നമ്മൾ കണ്ട ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ചേർത്തുവെച്ച് ഒരു പൂർണ്ണ ചിത്രം നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണോ? ഈ 2 പ്രധാന അനുപാതങ്ങൾ നോക്കുമ്പോൾ അതെ എന്ന് തന്നെ പറയാം. കടവും ആസ്തികളുമൊക്കെ ആരോഗ്യകരമായ നിലയിലാണ്. അതായത് ഈ വളർച്ചാഘട്ടത്തിലും കമ്പനി സാമ്പത്തികമായി സുസ്ഥിരമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ പാദത്തിലെ കഥ ഒരു ബലഹീനതയുടേതല്ല, മറിച്ച്
ഭാവിക്കു വേണ്ടി വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന തന്ത്രപരമായി വളരുന്ന ഒരു കമ്പനിയുടെ ചിത്രമാണ് ഈ കണക്കുകൾ നമുക്ക് നൽകുന്നത്. മുന്നോട്ടു നോക്കുമ്പോൾ കമ്പനിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരിക്കും: ഏറ്റെടുത്ത പുതിയ കമ്പനികളെ വിജയകരമായി സംയോജിപ്പിക്കുക, ജനറേറ്റീവ് AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഒപ്പം തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നത് തുടരുക. ഇത് നമ്മളെ അവസാനത്തെ ചിന്തയിലേക്ക് എത്തിക്കുന്നു. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് വ്യക്തമായും ഭാവിക്കു വേണ്ടിയാണ് തങ്ങളുടെ കരുക്കൾ നീക്കുന്നത്. ഈ തന്ത്രപരമായ നിക്ഷേപങ്ങൾ ദീർഘകാലത്തിൽ നിക്ഷേപകരെയും ഹാപ്പിയാക്കുമോ, അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് വരും പാദങ്ങളിലെ ഫലങ്ങൾ നമുക്ക് കാട്ടിത്തരും. എന്തായാലും ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കഥയാണ്. ഒരു കമ്പനിയുടെ വരുമാന റിപ്പോർട്ട് കാണുമ്പോഴേ കണക്കുകൾ കണ്ട് തല കറങ്ങാറുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട. ഇന്ന് നമ്മൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന രസകരമായ പേരുള്ള ഒരു ടെക് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഒന്ന് പൊളിച്ചെടുക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അല്ല, ഇതൊന്ന് കേട്ടു നോക്കൂ. ഏറ്റവും സന്തോഷമുള്ള ജീവനക്കാർ, ഏറ്റവും സന്തോഷമുള്ള ഉപഭോക്താക്കൾ. ഒരു ടെക് കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റാണിത്. എപ്പോഴും ലാഭത്തെയും കണക്കുകളെയും പറ്റി മാത്രം സംസാരിക്കുന്ന ടെക് ലോകത്ത് മനുഷ്യരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു കമ്പനി എന്താല്ലേ? അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ബിസിനസ്സില് ഈ സന്തോഷമൊക്കെ എങ്ങനെയാ അളക്കുന്നത്? ഒരു കമ്പനി അതിന്റെ പേര് പോലെ ശരിക്കും ഹാപ്പിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലേക്കും കണക്കുകളിലേക്കും ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. റെഡിയല്ലേ? അതെ, ഹാപ്പി എന്നൊരു കമ്പനി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേരിനു പിന്നിൽ എന്നാണെന്ന് നോക്കാം. എന്താണ് ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ മൂല്യങ്ങൾ? അവരുടെ കോർപ്പറേറ്റ് കൾച്ചറിന് ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. അവരതിനെ സ്മൈൽസ് എന്നാ വിളിക്കുന്നത്. അതായത് ഷെയറിംഗ്, മൈൻഡ്ഫുൾനെസ്, ഇന്റഗ്രിറ്റി, ലേണിംഗ്, എക്സലൻസ്, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂല്യങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ പണി എന്താ, അല്ലേ? കസ്റ്റമേഴ്സിനെ ഹാപ്പിയാക്കാൻ ഇവർ ശരിക്കും എന്ത് സർവീസാണ് കൊടുക്കുന്നത്? വാ നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് മറ്റു ബിസിനസ്സുകളെ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറാൻ സഹായിക്കുക. അതാണ് ഇവരുടെ മെയിൻ പണി. ഇപ്പോൾ ജനറേറ്റീവ് AI ആവട്ടെ, ക്ലൗഡ് മാനേജ്മെന്റ് ആവട്ടെ, ഡേറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, ഒരു ബിസിനസ്സിനെ അടിമുടി മോഡേൺ ആക്കാനുള്ള എല്ലാ ടെക്നോളജി സൊല്യൂഷൻസും ഇവരുടെ കയ്യിലുണ്ട്. ഇനി ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമല്ല. ദേ ഇതൊന്ന് നോക്കിക്കേ. ക്യാൻ ക്യാപിറ്റൽ എന്നൊരു കമ്പനി പറയുന്നു ഇവരുടെ പ്രോജക്റ്റ് ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്ന്. എന്തിനാണെന്നോ? അവരെ AWS ക്ലൗഡിലേക്ക് മാറാൻ സഹായിച്ചതിന്. അപ്പോൾ സംഗതി വർക്കാവുന്നുണ്ട്. ദേ വേറൊരു ഉദാഹരണം, മോർഗൻ സിൻഡാൽ പ്രോപ്പർട്ടി സർവീസസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടി ഇവർ ചെയ്തത് എന്താണെന്ന് നോക്കൂ. കെട്ടിടങ്ങളുടെ ആരോഗ്യം, എനർജി ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെ അലർട്ട് കൊടുക്കാൻ ഇവരുടെ IoT സർവീസ് സഹായിച്ചു. ചുരുക്കിപ്പറഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നതിനു മുൻപ് തന്നെ അതിന് കണ്ടെത്താനും പരിഹരിക്കാനും പറ്റി. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്കിവരുടെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്താലോ? സാമ്പത്തിക ആരോഗ്യം. കാരണം കണക്കുകൾ കള്ളം പറയില്ലല്ലോ. അപ്പോ ഈ ക്വാർട്ടറിലെ വരുമാനം, അതായത് റവന്യൂ, $65.1 മില്യൺ ആണ്. ഇതാണ് ഒരു കമ്പനിയുടെ റിപ്പോർട്ടിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന നമ്പർ. മൊത്തം എത്ര കാശുണ്ടാക്കിയെന്നത്. ഇനി കഴിഞ്ഞ ക്വാർട്ടറുമായി ഒന്ന് താരതമ്യം ചെയ്താൽ ഒരു ചെറിയ വളർച്ച കാണാം. ഏകദേശം 64.3 മില്യണിൽ നിന്ന് 65.1ലേക്ക്. ഭയങ്കരമായൊരു കുതിച്ചുചാട്ടമല്ലായിരിക്കാം, പക്ഷെ സ്റ്റഡിയായിട്ടുള്ള വളർച്ച. അതെപ്പോഴും ഒരു പോസിറ്റീവ് സൈനാണ്. ഇനി അടുത്തത് അറ്റാദായം, അതായത് നെറ്റ് പ്രോഫിറ്റ്. എല്ലാ ചെലവുകളും കഴിഞ്ഞ് കയ്യിൽ ശരിക്കും ബാക്കി വന്നത് 5402 ലക്ഷം രൂപ. വെറുതെ വരുമാനമുണ്ടാക്കിയാൽ പോരല്ലോ, ലാഭം കൂടി വേണം. അപ്പോ അതും നടക്കുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് മാർജിൻ, അതായത് കമ്പനി എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു അളവുകോല്. കഴിഞ്ഞ ക്വാർട്ടറിൽ 17.6%. ഇപ്പോ അത് 17.0%. ചെറിയൊരു കുറവുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴും അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മാർജിൻ തന്നെയാണ്. ശരി, ഈ പൈസയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്? ആ വളർച്ചയുടെ യഥാർത്ഥ എഞ്ചിൻ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ? ദേ നോക്കിക്കേ, 54%. പകുതിയിൽ കൂടുതൽ വരുമാനവും വരുന്നത് ഡിജിറ്റൽ ഇൻഫ്ര, പിന്നെ ക്ലൗഡ് സർവീസുകളിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ നട്ടെല്ല് തന്നെ ഈ സർവീസുകളാണ്. അപ്പോൾ അതിലാണ് ഇവരുടെ മെയിൻ ഫോക്കസ്. ഇനി ഈ ബിസിനസ്സൊക്കെ എവിടെയാണ് നടക്കുന്നത്?
ഭൂലോകത്തിന്റെ ഏത് ഭാഗത്താണ് ഇവരുടെ കസ്റ്റമേഴ്സ് കൂടുതൽ? നോക്കൂ, 60% അമേരിക്കയിലാണ്. അതവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. പക്ഷേ ഇന്ത്യയും മോശമല്ല. 18%-ലധികം വരുമാനം നമ്മുടെ നാട്ടിൽ നിന്നാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു, കണക്കുകളും ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങളുമെല്ലാം നമ്മൾ കേട്ടു. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഇതിന്റെ എല്ലാം ഒരു ആകെത്തുക? വളരെ സിമ്പിളാണ്. ഇതൊരു ആരോഗ്യവാനായ ഡിജിറ്റൽ ശില്പിയാണ്. അതായത് ലോകം മൊത്തം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ ഒരു മാറ്റത്തെ വളരെ കൃത്യമായി മുതലെടുക്കുന്ന ഒരു കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. സ്റ്റഡിയായി വളരുന്നുണ്ട്, വ്യക്തമായൊരു പ്ലാനുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ കമ്പനിയും, അതേത് ഇൻഡസ്ട്രിയിലുള്ളതുമാകട്ടെ, പതിയെ ഒരു ടെക് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ലോകത്തിന്റെ ആർക്കിടെക്റ്റുകൾ, അതായത് ശില്പികൾ, ആരായിരിക്കും?